പത്തരമാറ്റിൻ്റെ കിഴലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദുവിനും അനിക്കുമിടയിൽ പ്രണയം രൂപപ്പെടുകയാണ്. രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് നന്ദു അനിയെക്കുറിച്ചും അനി നന്ദുവിനെക്കുറിച്ചും ആലോചിച്ച് ഇങ്ങനെ കിടക്കുകയാണ്. ആ സമയത്ത് അനി ചിന്തിക്കുന്നുണ്ട്, ദൈവം ഞങ്ങളെ എത്രയും പെട്ടെന്ന് ഒരുമിപ്പിച്ച് തന്നാൽ മതിയായിരുന്നു എന്നുള്ള ചിന്തയിലാണ്. പക്ഷേ നന്ദു ആ ചിന്തയില്ലെങ്കിലും പക്ഷേ അനിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതേസമയം നമ്മുടെ ആദർശും നയനയുമാണെങ്കിൽ നന്ദുവിൻ്റെയും അനിയുടെയും കാര്യമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നയന പറയുന്നുണ്ട്, എന്തായാലും ആ ഒരു വീഡിയോ കണ്ടിട്ട് നന്ദുവിൻ്റെ ഭാഗത്തല്ല അനിയുടെ ഭാഗത്താണ് തെറ്റ് എന്നാണ് തോന്നുന്നത്. കാരണം നന്ദു അവനെ അന്വേഷിച്ച് പോയതാണല്ലോ. ആ സമയത്ത് സംസാരിക്കുന്നതിനിടയിൽ അവൻ പിടിച്ച് വലിച്ചിട്ടാണല്ലോ അവളെ കെട്ടിപ്പിടിക്കുന്നത്, അല്ലാതെ നന്ദുവായിട്ട് പോകുന്നതൊന്നും കാണിക്കുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നയന. അപ്പോൾ ആ സമയത്ത് ആദർശ് പറയുന്നുണ്ട്, അതേ നന്ദു പരമാവധി ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അനിയാണ് വിടാത്തത്. അനിയാണ് അവളെ പിന്തുടർന്ന് പോകുന്നത്. പിന്നെ ഇങ്ങനെ ഒളിഞ്ഞു മറഞ്ഞു നിന്നാൽ അനിയെ തേടി നന്ദു വരും എന്നുള്ളത് അവൻ ഉറപ്പാണ്. അതുകൊണ്ടാണ് അവനിങ്ങനെ ഒളിച്ചിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതേസമയത്ത് നയനയും പറയുന്നുണ്ട്, അതേ ആദർശേട്ടാ, അതാണ് ശരിക്കുള്ള സംഭവം. പിന്നെ അവരെ പിരിക്കാൻ ഇനി കഴിയും എന്ന് തോന്നുന്നില്ല. പക്ഷെ എന്തായാലും അവരെ ഒന്നിക്കാനുള്ള അവസരം നമ്മളായിട്ട് ഉണ്ടാക്കരുത്, അതിന് ഞാൻ സമ്മതിക്കില്ല. എന്തായാലും ഞാനും ചേച്ചിയും ഒഴികെ മൂന്നാമതൊരു പെൺകുട്ടി കൂടി ഈ കുടുംബത്തിലേക്ക് വന്ന് കയറരുത്. അത് ആളുകളുടെ ഇടയിൽ അതൊരു മോശത്തരമാണ് എന്നുള്ള രീതിയിലൊക്കെ ഞാൻ പറയുകയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഒരു മോശത്തരവുമില്ല, നീ ഇത് ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇതൊക്കെ നല്ല രീതിയിൽ സോൾവ് ആക്കിയേനെ. എങ്കിലിപ്പോൾ അനാമിക എന്ന് പറയുന്നവൾ നമ്മുടെ കുടുംബത്തിലേക്ക് വരില്ലായിരുന്നു. അവൾ നമ്മുടെ കുടുംബത്തിന് ഒട്ടും യോജിച്ച പെൺകുട്ടിയല്ല. പ്രത്യേകിച്ച് അനിയുടെ ഭാര്യയാകാനുള്ള ഒരു യോഗ്യതയും അവൾക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എന്തായാലും അതൊന്നും നടക്കുന്ന കാര്യമല്ല. അമ്മ ഇപ്പോൾ ഓക്കെയാണ്, നമ്മുടെ അമ്മ ഇപ്പോൾ സമ്മതിക്കും. പക്ഷെ അന്ന് സമ്മതിക്കത്തില്ലായിരുന്നല്ലോ, അവരെല്ലാവരും എതിരല്ലായിരുന്നോ, നമ്മൾ പറയുന്നത് ആരും വിശ്വസിക്കില്ലായിരുന്നല്ലോ. മുത്തശ്ശനും മുത്തശ്ശിയും മാത്രമാണ് അന്ന് കൂടെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇതറിഞ്ഞു കഴിഞ്ഞാൽ അവരെങ്ങനെയാണ് പ്രതികരിക്കുക, മുത്തശ്ശൻ്റെ അസുഖം കൂടുമോ എന്നുള്ള ഭയമൊക്കെ നമ്മുടെ ചിന്തയിൽ ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ആദർശം നമ്മുടെ നയനയും. അങ്ങനെ പിന്നീട് നന്ദുവിനെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ ഇങ്ങനെ അനി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് നന്ദുവിനെ കാണാനുള്ള ഒരു ആഗ്രഹം വരികയാണ്. അങ്ങനെ അനി എഴുന്നേറ്റ് പോകുന്നുണ്ട്, പുറത്തോട്ട് പോകുന്നുണ്ട്. ആ പുറത്തോട്ട് പോകുന്ന കാഴ്ച നമ്മുടെ ആദർശും നയനയും കാണുകയാണ്. എന്നിട്ട് ഇവൻ ഈ സമയത്ത് എങ്ങോട്ടാണ് പോകുന്നത്, ഇനിയിപ്പോൾ നന്ദു എങ്ങാനും പുറത്തോട്ട് കാണണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമോ എന്നൊക്കെ എന്നെ ചിന്തിക്കുന്നുണ്ട്. ആ സമയത്ത് നയന പറയുകയാണ്, എന്തായാലും ഞാൻ നന്ദുവിനെ വിളിച്ച് നോക്കട്ടെ, അവളെ എവിടെയാണെന്നുള്ളതൊന്നും അറിയണമല്ലോ എന്നൊക്കെ വിളിക്കുകയാണ്. അങ്ങനെ നന്ദുവിനെ വിളിക്കുന്ന സമയത്ത് നന്ദു നല്ല ഉറക്കിലായിരുന്നു. അങ്ങനെ നന്ദു ഫോൺ എടുത്തിട്ട്, എന്താ ചേച്ചി, എന്ത് പറ്റി, അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്, നീ എവിടെയാണ് മോളെ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഞാനെവിടെ പോവാനാ, ഞാൻ വീട്ടിലുണ്ട്, ഞാൻ നല്ല ഉറക്കമായിരുന്നു. ചേച്ചിയുടെ കോൾ കണ്ടിട്ട് ഞാൻ പേടിച്ചു പോയി, പെട്ടെന്ന് എന്തെങ്കിലും അസുഖം ആർക്കെങ്കിലും വന്നോ എന്നൊക്കെ ധരിച്ചു പോയി എന്നൊക്കെ പറയുകയാണ് നന്ദു. അപ്പോൾ ആ സമയത്ത് പറയുന്നുണ്ട്, ഓക്കെ ശരി മോളെ, ഞാൻ പെട്ടെന്ന് നിന്നെക്കുറിച്ചുള്ള ഒരു സ്വപ്നം കണ്ടു, അതുകൊണ്ട് വിളിച്ച് നോക്കിയതാ, നീ സേഫ് അല്ലേ, വീട്ടിൽ തന്നെയല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതെ, ഞാൻ വീട്ടിലാണുള്ളത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഒന്നുമില്ല മോളെ, നീ കിടന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഫോൺ വയ്ക്കുകയാണ്. അതേസമയം അനി പുറത്തു പോയ കാര്യങ്ങളൊന്നും നന്ദുവിനോട് പറയുകയോ ചോദിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. കാരണം വീട്ടിലാണ് നന്ദു ഉള്ളത് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അങ്ങനെ നമ്മുടെ ആദർശിനോട് നയന പറയുന്നുണ്ട്, അവൾ വീട്ടിലാണുള്ളത്, അവൾ പുറത്തേക്കൊന്നും പോയിട്ടില്ല, നല്ല ഉറക്കമായിരുന്നു, സൗണ്ട് കേട്ടാൽ മനസ്സിലാകും. ഞാൻ പിന്നെ തൽക്കാലം അനി പോയതൊന്നും പറഞ്ഞിട്ടില്ല, ചിലപ്പം ഫ്രണ്ട്സിനെ കാണാൻ എങ്ങാനും പോയതായിരിക്കും അനി, ഇടയ്ക്ക് അങ്ങനെ പോകുന്നതും ആഘോഷിക്കുന്ന പതിവുണ്ടല്ലോ, അവൾ സ്വസ്ഥത കൊടുത്തിട്ടുണ്ടാവില്ല, അവളോട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി പോകുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നയനയും ആദർശം കിടക്കാൻ പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് ആദർശം പറയുന്നുണ്ട്, അതായിരിക്കും സംഭവം എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ പിന്നീട് അനി അവിടെ നിന്ന് പോയിട്ട് നന്ദുവിൻ്റെ വീട്ടിലെത്തുകയാണ്. അങ്ങനെ നന്ദു കാണാതെ അവരുടെ പിൻവാതിലൊക്കെ പതുക്കെ തുറന്നിട്ട് നമ്മുടെ അനി അകത്തോട്ട് കയറാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെ പതുക്കെ അനി അകത്തോട്ട് കയറാൻ ശ്രമിക്കുന്നതിനിടയിൽ ഒരു സൗണ്ടൊക്കെ കേട്ടിട്ട് നമ്മുടെ നന്ദു ഉണരുന്നുണ്ട്. എന്നിട്ട് എന്താ പെട്ടെന്നൊരു സൗണ്ട് കേട്ടത്, അടുക്കള ഭാഗത്ത് നിന്നാണല്ലോ, ആരായിപ്പോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നന്ദു എഴുന്നേറ്റ് പോയി നോക്കുന്ന സമയത്ത് നന്ദുവിനെ പതുക്കെ കാണുന്നുണ്ട് അനി. എന്നിട്ട് നന്ദു, ഇത് ഞാനാണ് എന്നൊക്കെ പറയുമ്പോൾ, അനിയോ എന്താ ഈ സമയത്ത്, നീ എന്താ ഈ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പതുക്കെ നന്ദു വാതിൽ തുറന്നു കൊടുക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ അനി ഓടി അകത്തോട്ട് കയറുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താണ് നീ കാണിച്ചത്, ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, വളരെ മോശമായിട്ടുള്ളൊരു സ്വഭാവമാണിത്, നീ എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്, ഇതൊക്കെ ഇവിടെ അമ്മയും അച്ഛനും അറിഞ്ഞാലുണ്ടല്ലോ, അല്ലെങ്കിൽ തന്നെ എനിക്കൊരു സ്വസ്ഥതയും തരുന്നില്ല, നീ എന്തിനാണ് വന്നത്, ഇനി ഇങ്ങനെ ചെയ്താൽ ഞാൻ നിൻ്റെ കൺവട്ടത്ത് പോലും വരില്ല, ഞാൻ ഇവിടെ നിന്ന് സ്ഥലം മാറിയിട്ട് മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് പോകും, ഇനി ഇങ്ങനെ ചെയ്താൽ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ദേഷ്യം പിടിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അനി പറയുന്നുണ്ട്, എന്തായാലും നീ ചൂടാവല്ലേ, ഇനി ഞാൻ ചെയ്യില്ല, പെട്ടെന്ന് നിന്നെ കാണണമെന്ന് തോന്നി, അതുകൊണ്ടാണ് വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അനി